Hi everybody, MDC semester 3rd paper name is Understanding Kerala Science, Culture and Literature. So when we come to this paper, today we are going to discuss the chapter No Mere Apes. No Mere Apes is a beautiful chapter written by V.S. Ramachandran. V.S. Ramachandran is a notable neuroscientist. സോ ഒരു എമിനൻ്റ് ആയിട്ടുള്ള നോട്ടബിൾ ആയ ന്യൂറോ സയൻറ്റിസ്റ്റാണ് V.S. രാമചന്ദ്രൻ. സോ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, നോ മിയർ എയ്പ്സ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ദ ടെൽ ടെയിൽ ബ്രെയിൻ എന്ന് പറയുന്നൊരു വർക്ക് ഉണ്ട്. സോ അതിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ പേരാണ് നോ മിയർ എയ്പ്സ്. ഇനി ഈ ഒരു ചാപ്റ്ററിലേക്ക് വരാം, ഇതിൻ്റെ കോണ്ടൻറ്റിലേക്ക് വരാം. അതായത് മനുഷ്യരുണ്ടായത് എയ്പ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ എയ്പ്സും മനുഷ്യരും തമ്മിൽ കുറേയധികം സിമിലാരിറ്റീസ് ഉണ്ട്, കുറേയധികം കണക്ഷൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് മുതൽക്കേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് എത്രത്തോളമാണ്, അല്ലെങ്കിൽ എന്താണ് മനുഷ്യനെ മറ്റുള്ള എയ്പ്സിൽ നിന്നും മാറ്റി നിർത്തുന്നത്? നമ്മളും ഒരു എയ്പ്പ് തന്നെയാണോ, ആ രീതിയിൽ തന്നെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? എന്ത് കാര്യമാണ് നമ്മളെ ഈ മറ്റുള്ള സ്പീഷീസിൽ നിന്നും അല്ലെങ്കിൽ എയ്പ്സിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നത്? നമുക്ക് ഉള്ളൊരു യുണീക്കായിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? എന്താണ് നമ്മളെ മനുഷ്യരാക്കി മാറ്റുന്നത്? ഹ്യൂമൻ ബീങ്സ് ആക്കി മാറ്റുന്ന കാര്യം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണിത്. സോ നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. അതിനൊരു സമ്മപ്പ് വേർഷനാണ് നമ്മൾ നോക്കുന്നത്. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. Okay, now let's discuss the chapter. See, the chapter asks whether humans are just advanced apes or if we have something special that makes us different. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്, ചാപ്റ്ററിൽ ചോദിക്കുകയാണ് വെദർ ഹ്യൂമൻസ് ആർ ജസ്റ്റ് അഡ്വാൻസ്ഡ് എയ്പ്സ്. ഹ്യൂമൻസ് എന്ന് പറയുന്നത് എയ്പ്സ് ആണോ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയ്പ്സ് ആണോ ഈ ഹ്യൂമൻസ് എന്ന് പറയുന്നത്? ഓക്കെ, ഓർ ഇഫ് വി ഹാവ് സംതിങ് സ്പെഷ്യൽ ദാറ്റ് മേക്സ് അസ് ഡിഫറെൻറ്റ്. അപ്പോൾ നമുക്ക് വി ഹാവ് സംതിങ് സ്പെഷ്യൽ, നമുക്ക് എന്തോ ഒന്ന് സ്പെഷ്യലായിട്ടുള്ളതുണ്ട് അല്ലേ, യുണീക്കായിട്ടുള്ള എന്തോ ഒന്നുണ്ട്. ദാറ്റ് മേക്സ് അസ് ഡിഫറെൻറ്റ്. അതാണ് നമ്മളെ ബാക്കിയുള്ള എയ്പ്സിൽ നിന്നും ഡിഫറെൻ്റ് ആക്കുന്നത് അല്ലെങ്കിൽ യുണീക്ക് ആക്കുന്നത് എന്ന് പറയുകയാണ്. ഡാർവിൻ സെറ്റ് ഹ്യൂമൻസ് ആൻഡ് എയ്പ്സ് ആർ വെരി ക്ലോസ്. ഇപ്പോൾ ഡാർവിൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് മനുഷ്യരും അതുപോലെ തന്നെ എയ്പ്സ്, കുരങ്ങന്മാരും എയ്പ്സും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട്, ഒരു ക്ലോസ് ഒരു കണക്ഷൻ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹ്യൂമൻ എബിലിറ്റീസ് ആർ ഓൺലി എ ഹയർ ഫോം ഓഫ് എയ്പ്പ് എബിലിറ്റീസ്. അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ കഴിവുകൾ എന്ന് പറയുന്നത്, ഹ്യൂമൻ എബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? എബിലിറ്റീസ് ആർ ഓൺലി എ ഹയർ ഫോം ഓഫ് എയ്പ്പ് എബിലിറ്റീസ്. അപ്പോൾ രണ്ടും സാമ്യത ഉണ്ടെന്ന് പറയുകയാണ്. എയ്പ്പ് അതുപോലെ തന്നെ ഹ്യൂമൻ, അവരുടെ എബിലിറ്റീസ്, നമ്മുടെ എബിലിറ്റീസ് തമ്മിൽ സാമ്യതയുണ്ട്. അപ്പോൾ എയ്പ്സിൻ്റെ എബിലിറ്റീസ്, കഴിവുകൾ, അതിൻ്റെ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫോമാണ് മനുഷ്യർക്കുള്ളത് എന്ന് പറയുകയാണ്. അപ്പോൾ രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. സയൻറ്റിസ്റ്റ് റിച്ചാർഡ് ഓവൻ ആർഗ്യൂഡ്. ഈ റിച്ചാർഡ് ഓവൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബയോളജിസ്റ്റാണ്, സയൻറ്റിസ്റ്റാണ്. സോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആർഗ്യൂഡ് ഹ്യൂമൻസ് ഹാഡ് എ യുണീക്ക് ബ്രെയിൻ പാർട്ട്. മനുഷ്യർക്ക് എന്തുണ്ട്? ഒരു യുണീക്കായിട്ടുള്ളൊരു ബ്രെയിൻ പാർട്ട് ഉണ്ട് എന്ന് പറയുകയാണ്. ഹിപ്പോ ക്യാമ്പസ് മൈനർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ബട്ട് ഹെക്സ്ലി പ്രൂവ്ഡ് ദാറ്റ് എയ്പ്സ് ആൾസോ ഹാഡ് ഇറ്റ്. ഈ ഹെക്സ്ലി എന്ന് പറയുന്ന അദ്ദേഹവും ഈ പറയുന്ന പോലെ തന്നെ ഒരു സയൻറ്റിസ്റ്റാണ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് റൈറ്ററും ഫിലോസഫറും ഒക്കെയാണ്. സോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എയ്പ്സിനും ഇതേപോലെ തന്നെ എന്തുണ്ട്, ഈ ഒരു രീതിയിലുള്ളൊരു യുണീക്കായിട്ടുള്ള ബ്രെയിൻ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിച്ചാർഡ് ഓവൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹം പറയുന്നു മനുഷ്യർക്ക് യുണീക്കായിട്ടൊരു ബ്രെയിൻ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഹെക്സ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറയുന്നു അതേപോലത്തെ ഒരു ബ്രെയിൻ ആർക്കുമുണ്ട്, എയ്പ്സിനും ഉണ്ട്. മോഡേൺ സയൻസ് ഷോസ് ഹ്യൂമൻസ് ആൻഡ് എയ്പ്സ് ആർ സിമിലർ ഇൻ ബോഡി. അതുപോലെ തന്നെ ആധുനിക ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട് പലപ്പോഴും ഹ്യൂമൻസ് ആൻഡ് എയ്പ്സ്, മനുഷ്യരും എയ്പ്സും തമ്മിൽ എന്തുണ്ട്, ഒരു സിമിലാരിറ്റി ഉണ്ട് ഇൻ ബോഡി, അവരുടെ ബോഡിയിലായിക്കോട്ടെ അതുപോലെ തന്നെ ജീൻസിലായിക്കോട്ടെ ആൻഡ് ബ്രെയിൻ, അതിലൊക്കെ ഒരു സാമ്യതയുണ്ട്. ബട്ട് ഹ്യൂമൻസ് ഹാവ് എക്സ്ട്രാ പവേഴ്സ് ഓഫ് ദ മൈൻഡ്. പക്ഷേ മനുഷ്യരെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു എക്സ്ട്രാ പവർ ഉണ്ട്, എന്തിൻ്റെ? മനസ്സിൻ്റെ. ഹ്യൂമൻസ് ക്യാൻ ഡു തിങ്സ് ദാറ്റ് എയ്പ്സ് കനോട്ട്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുക, ഒരു എയ്പ്സിന് ചെയ്യാൻ പറ്റാത്ത പക്ഷെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ? അതിലൊന്ന് ഇമാജിനേഷനാണ്. ഇമാജിൻ
മനുഷ്യർക്കുള്ളൊരു സ്പെഷ്യൽ കഴിവാണത്, ഇമാജിൻ ചെയ്യുക എന്നുള്ളത്. അതുപോലെ യൂസ് ഓഫ് ലാംഗ്വേജ്, അതുപോലെ തന്നെ ക്രിയേറ്റ് ആർട്ട്, ബിൽഡ് കൾച്ചർ ആൻഡ് തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ. അപ്പോൾ ഇതൊക്കെ മനുഷ്യർക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകതകളാണ്. ഇതൊക്കെയാണ് മനുഷ്യരെ എയ്പ്സിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ഹ്യൂമൻസ് ആർ സെൽഫ് അവെയർ. വി ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൂ ആം ഐ. അതുപോലെ തന്നെ നമ്മൾ എന്താണ്, സെൽഫ് അവെയറുള്ള ആൾക്കാരാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത്, ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. കാരണം വി ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൂ ആം ഐ, നമ്മൾ ആരാണ്, അതുപോലെ തന്നെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുക, ഉത്തരം പറയാൻ പറ്റുക, ഉത്തരം ചിന്തിക്കാൻ പറ്റുക. ഒരു സെൽഫ് അവെയർ, നമ്മൾ എന്താണ്, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവെയർ. അപ്പോൾ ഇതൊക്കെ മനുഷ്യർക്ക് ഉള്ള ഒരു പ്രത്യേകതയാണ് എന്ന് പറയുകയാണ്. എയ്പ്സിൽ നിന്നും മനുഷ്യരെ മാറ്റി വയ്ക്കുന്ന, അതല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ടുള്ള യുണീക്കായിട്ടുള്ള, സ്പെഷ്യലായിട്ടുള്ള, അല്ലെങ്കിൽ അവരെ മനുഷ്യരെ എയ്പ്സിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ക്വാളിറ്റിയാണ് ഈ സെൽഫ് അവെയർ എന്നുള്ളത് എന്നൊക്കെ പറയുകയാണ്. അത് ഹ്യൂമൻ ലൈക്ക് സ്പീഷീസ് ലൈക്ക് നിയാണ്ടർതാൽസ് ആൻഡ് ഹോമോ ഫ്ലോറസിയൻസിസ്. അപ്പോൾ ഇവിടെ അതർ ഹ്യൂമൻ ലൈക്ക് സ്പീഷീസ്, മനുഷ്യരെ പോലെ തന്നെ തോന്നിക്കുന്ന മറ്റ് ഹ്യൂമൻ ലൈക്ക് സ്പീഷീസിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട്. അതിലുള്ള ഒന്നാണ് ഈ പറയുന്ന നിയാണ്ടർതാൽസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം. അതെന്ന് പറയുന്നത് ആക്ച്വലി ദേ ആർ ഡിസ്റ്റിങ്ക്റ്റ് സ്പീഷീസ് ഓഫ് ആർക്കൈക്ക് ഹ്യൂമൻ. അപ്പോൾ ആർക്കൈക്ക് ഹ്യൂമൻ്റെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് സ്പീഷീസായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്, ഈ ഒരു സ്പീഷീസിനെ കാണുന്നത്. ആൻഡ് ഹു ലിവ്ഡ് ഇൻ യൂറോപ്പ് ആൻഡ് വെസ്റ്റേൺ ഏഷ്യ about many years ago. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഏഷ്യയിലും വെസ്റ്റേൺ ഏഷ്യയിലും യൂറോപ്പിലും ഒക്കെ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്പീഷീസാണ്. അവർക്ക് മനുഷ്യരായിട്ടുള്ളൊരു സാമ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റ് ഒന്നാണ് ഈ പറയുന്ന ഫ്ലോറസിയൻസിസ് എന്ന് പറയുന്ന ആ ഒരു സ്പീഷീസും ആ ഒരു കാറ്റഗറിയും. അപ്പോൾ അതെന്ന് പറയുന്നത് ദേ ആർ വെരി ക്ലോസ്ലി റിലേറ്റഡ് ടു മോഡേൺ ഹ്യൂമൻസ്. അപ്പോൾ മോഡേൺ ഹ്യൂമനുമായിട്ട് വളരെ ക്ലോസ്ലി, പ്രത്യേകിച്ച് DNA-യിലൊക്കെ 99.7% ഒരു സാമ്യത ഉണ്ട് എന്നൊക്കെ അവർ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരെന്ന് പറയുന്നത് ദേ ആർ എ സ്മോൾ ബോഡി സ്പീഷീസ് ഓഫ് ആൻഷ്യൻ്റ് ഹ്യൂമൻസ് ഡിസ്കവേർഡ് ഓൺ ഫ്ലോറസ് ഐലൻഡ്, ഇന്തോനേഷ്യ. എന്തായാലും ഈ പറയുന്ന പോലെ അതർ ഹ്യൂമൻ ലൈക്ക് സ്പീഷീസ്, അതായത് നിയാണ്ടർതാൽസും അതുപോലെ തന്നെ ഹോമോ ഫ്ലോറൻസിയൻസും, അപ്പോൾ ഇവരൊക്കെ വർ ക്ലോസ് ടു അസ്, നമ്മളുമായിട്ട് കൂടുതൽ സാമ്യതയുള്ള ആൾക്കാരാണ്. ബട്ട് ലാക്ക്ഡ് അവർ ഫുൾ പവർ ഓഫ് സിംബോളിക് തോട്ട് ആൻഡ് ക്രിയേറ്റിവിറ്റി. പക്ഷെ അവർക്കും നമുക്ക് ഇപ്പോൾ ഉള്ള പോലത്തെ ഒരു തോട്ട്, ക്രിയേറ്റിവിറ്റി, അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ മൈൻഡിൻ്റെ പവർ അതൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യനായി മാറ്റി നിർത്തുന്നത് മറ്റുള്ള സ്പീഷീസിൽ നിന്നും എന്ന് പറയുകയാണ്. Something unique in human evolution gave us an extra spark that made us different from all other apes. അപ്പോൾ എയ്പ്സുകൾക്കുള്ളത് പോലെ തന്നെ ഏകദേശം നമ്മളൊക്കെ സാമ്യമാണ് എങ്കിൽ പോലും നമുക്കൊരു ഒരു എക്സ്ട്രാ സ്പാർക്ക് ഉണ്ട്. സംതിങ് യുണീക്കായുള്ള എന്തോ ഒരു കാര്യമുണ്ട്. സംതിങ് യുണീക്ക് ഇൻ ഹ്യൂമൻ എവല്യൂഷൻ. അപ്പോൾ മനുഷ്യരുടെ ഒരു എവല്യൂഷനിൽ എന്തോ ഒന്ന് യുണീക്കായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഗേവ് അസ് ആൻ എക്സ്ട്രാ സ്പാർക്ക്. നമുക്കൊരു എക്സ്ട്രാ സ്പാർക്കായിട്ട് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതാണ് മറ്റുള്ള എയ്പ്സിൽ നിന്നും മനുഷ്യരെ വ്യത്യസ്തമാക്കുന്നത് എന്ന് പറയുകയാണ്. അവർ സ്മോൾ 3 pound ബ്രെയിൻ, ഈ 3 pound ബ്രെയിൻ, അതായത് ബ്രെയിനിൻ്റെ ഒരു വെയിറ്റ്, ഒരു അപ്രോക്സിമേറ്റ്ലി വെയിറ്റാണ് പറയുന്നത്. ഒരു 3 pound വെയിറ്റ് വരും എന്നാണ് സാധാരണ പറയാറുള്ളത്. സോ അവർ സ്മോൾ 3 pound ബ്രെയിൻ ക്യാൻ ക്രിയേറ്റ് ആർട്ട്, സയൻസ്, റിലിജിയൻ ആൻഡ് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്സ് ഓൺ എക്സിസ്റ്റൻസ് വിച്ച് ഈസ് ഗ്രേറ്റ് മിസ്റ്ററി. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ തലച്ചോറ് എന്ന് പറയുന്നത്, അതുപോലെ ആ ഒരു തലച്ചോറിന് ആർട്ട് ക്രിയേറ്റ് ചെയ്യാനും സയൻസിൽ ഫോക്കസ് ചെയ്യാനും റിലീജിയൻ ആൻഡ് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്സ് ഓൺ എക്സിസ്റ്റൻസ്, അതിൻ്റെ ഒരു എക്സിസ്റ്റൻസിനെ കുറിച്ച് ചിന്തിക്കാൻ, അങ്ങനെ ഒത്തിരി കഴിവുകൾ ഉണ്ട്. വിച്ച് ഈസ് എ ഗ്രേറ്റ് മിസ്റ്ററി. ഒരു മിസ്റ്ററി ആയിട്ടാണ് അവർ നമ്മുടെ ബ്രെയിനിൻ്റെ പവറിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ബ്രെയിനിൻ്റെ പവറും നമ്മുടെ മൈൻഡിൻ്റെ ആ ഒരു പവറും ആ ഒരു എക്സ്ട്രാ സ്പാർക്കും ആ ഒരു കാര്യമൊക്കെ തന്നെയാണ് മറ്റുള്ള എയ്പ്സിൽ നിന്നും നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്ന് പറയുകയാണ്. Okay, and when we come to the conclusion, we can see that humans are apes by biology. Biologically നമുക്ക് വേണമെങ്കിൽ പറയാം apes ഹ്യൂമൻ കണക്ഷൻ ഉണ്ട്, സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളത്. ഹ്യൂമൻസ് ആർ apes എന്നുള്ളത് നമുക്ക് ബയോളജിക്കലി പറയാം, ബട്ട് നോട്ട് മിയർ apes. പക്ഷെ അവർ കറക്റ്റ് എന്തല്ല, മനുഷ്യർ കറക്റ്റ് എന്തല്ല, apes അല്ല. അവർ ഇമാജിനേഷൻ, നമ്മുടെ ഇമാജിനേഷനും നമ്മുടെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ സെൽഫ് റിഫ്ലക്ഷൻ, ഇതൊക്കെയാണ് നമ്മളാക്കി മാറ്റി നിർത്തുന്നത്, നമുക്കൊരു യുണീക്ക് പവർ നമുക്ക് തരുന്നത്. വി ആർ നോട്ട് apes. ഓക്കെ, ബയോളജിക്കലി പറയുകയാണെങ്കിൽ ഹ്യൂമൻസ് ആർ apes, ബട്ട് വി ആർ നോട്ട് മിയർ apes. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ
മനുഷ്യരെ മനുഷ്യരാക്കി മാറ്റുന്നതെന്ന് പറയുന്നത് അവൻ്റെ ബ്രെയിൻ തന്നെയാണ്. അവൻ്റെ ആ ഒരു മൈൻഡ്, അതിൻ്റെ ഒരു പവർ, ആ ഒരു എക്സ്ട്രാ സ്പാർക്ക്, ആ ഒരു കാര്യം തന്നെയാണ് യുണീക്കായിട്ട് നമ്മളെ മാറ്റുന്നത്. നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു കഴിവ്, തിങ്കിങ്, അതുപോലെ ഇമാജിനേഷൻ, ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ, സെൽഫ് അവെയർനെസ്, അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒത്തിരി ക്യാരക്ടറിസ്റ്റിക്സ്, അതാണ് മറ്റുള്ള എയ്പ്സിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കിയിട്ട് അല്ലെങ്കിൽ യുണീക്കാക്കിയിട്ട് മാറ്റുന്നത്. So students, hope you understood. Anyway, bye all. Thank you.